ഹായ് എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ റിയൽ ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ അവർ ശരിക്കും തിരക്കുള്ളത് കൊണ്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകൾ, അത് അവർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ശരിക്കും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ശരിക്കും അവർ ബിസിയാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകളാണ്. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസിലൂടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ശരിക്കും അവർക്ക് നമ്മളോടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ എന്തൊക്കെയാണ് ആ ടെസ്റ്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വിക്ക് റെസ്പോൺസ് ടെസ്റ്റ് ആണ്. അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് നോർമലായിട്ട് ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കാം. സിമ്പിളായിട്ട് വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അവര് ചിലപ്പോൾ തിരക്കായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ വരുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു റിപ്ലൈയിൽ അത്രയും കെയറിങ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് കഴിച്ചു, നീ കഴിച്ചു എന്നുള്ളതൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ തിരക്കാണ്, പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി സമയം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ നല്ലൊരു കെയറിങ്ങോട് കൂടിയിട്ടുള്ളൊരു റിപ്ലൈ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഇങ്ങനെ തന്നെ അയക്കുന്ന ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു കെയറിങ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ശരിക്കും ബിസിയാണ്, ബട്ട് നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന റിപ്ലൈ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് വലിയ താല്പര്യമൊന്നും അവർക്ക് നിങ്ങളോട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഇല്ല എന്നുള്ളതാണ്. സോ അവിടെയാണ് അവോയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വിക്ക് റെസ്പോൺസ് ടെസ്റ്റ് ആണ്. ഇതൊന്ന് ചെയ്തു നോക്കുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ ടെസ്റ്റ് എന്നാണ് പറയുക. അതായത് ഒരു 2 ദിവസം നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കുക, മെസ്സേജും കോളും ഒന്നും ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ നോക്കുക, അവരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് സമയം കിട്ടുമ്പോൾ അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങോട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും ഇഷ്ടമാണ്, അവർ തിരക്ക് കാരണമാണ് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കും വിളിക്കുകയൊന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. ബട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ അവർ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം നിങ്ങൾ വിളിക്കാതിരുന്നാലും മെസ്സേജ് അയക്കാതിരുന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇനിഷ്യേറ്റീവും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരങ്ങനെ ചെയ്യില്ല, മുൻകൈ എടുക്കലൊന്നും അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്നിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ കോൾ അറ്റൻഡ് ചെയ്യും, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറ്റിയാൽ റിപ്ലൈ തരും. ഇങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 ദിവസം നമുക്ക് എന്ത് പറ്റി എന്നുള്ളത് ആലോചിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ദിവസത്തിൽ നിങ്ങൾ വിളിക്കേണ്ട ഒരു ടൈം കഴിഞ്ഞിട്ടും വിളിക്കുന്നൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അന്വേഷണം എന്തായാലും അവരുടെ ഭാഗത്ത് ഉണ്ടാവും. എന്താ പറ്റിയത്, എവിടെയാണെന്നുള്ള കാര്യമെങ്കിലും ചോദിക്കും. എന്നാൽ നമ്മളെ അവോയ്ഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മളോട് ചോദിക്കില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ചോദിക്കുന്നില്ല, അവരുടെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലാൻ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് അവരുടെ അടുത്ത് പറയാം, നമുക്ക് ഈ വീക്കെൻഡ് ഒന്ന് മീറ്റ് ചെയ്യാലേ എന്നുള്ളത് പറയാം. അപ്പോൾ അവർ പറയും, ചിലപ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കും, ഓക്കെ എനിക്ക് പക്ഷേ ഫ്രൈഡേ ലീവാണ്, നമുക്ക് അന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഓക്കെ എന്ന് പറയും. അതായത് മീറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്, പക്ഷെ മറ്റു ദിവസങ്ങളിൽ അവർ തിരക്കിലാണ്, അപ്പോൾ ഈ ദിവസം ഫ്രീ ആയിട്ടുണ്ട്, എന്നാൽ നമുക്ക് അന്ന് മീറ്റ് ചെയ്താലോ എന്നവർ പറയും. അതായത് മീറ്റ് ചെയ്യണ്ട എന്നുള്ളത് ഒരിക്കലും അവർ പറയില്ല. ഒരു ദിവസം നമ്മൾ പറയുന്ന ദിവസം അവർ തിരക്കിലാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഒരു ദിവസം പറയും, നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ദിവസം മീറ്റ് ചെയ്യാം എന്നവർ പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണണം, നിങ്ങളെ മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥം. നേരെ മറിച്ച് അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർ ആ ഡേറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. നമുക്ക് അന്ന് വേണ്ട, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതാണ്, അവർക്ക് നിങ്ങളെ കാണണം എന്നുള്ളത് താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ബട്ട് ബിസി ആയതുകൊണ്ട് തന്നെ ആണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ കാണാൻ താല്പര്യമില്ലാത്തതുപോലെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ
അവർ ബിസി അല്ല, അവോയ്ഡ് ചെയ്യുന്നതാണ്, പക്ഷേ ബിസി ആയിട്ട് അഭിനയിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമതൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ടെസ്റ്റ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, നീ ബിസി ആണ് എന്നുള്ളത് എനിക്കറിയാം, ടേക്ക് കെയർ എന്നുള്ളത് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. അങ്ങനെ പറയുമ്പോൾ അവർ ശരിക്കും അവർക്ക് ഒരുപാട് സന്തോഷമാവും. ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവും. അപ്പോൾ അവർ താങ്ക്സ് എന്ന് പറയും. അതിന് മാത്രമല്ലാണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ശ്രമിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ സ്നേഹപ്രകടനം അവിടെ കാണാൻ പറ്റും. മേ ബി ഇമോജീസ് ഒക്കെ ആയിട്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഒരു അപ്രിസിയേഷൻ അവിടെ എന്തായാലും കാണാൻ പറ്റും, ശരിക്കും ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുകയും ചെയ്യും, യെസ് ഞാൻ ബിസിയാണ്, കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്, അതുകൊണ്ട് തിരക്കിലായതാണ് കേട്ടോ, എന്നാലും നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ആ രീതിയിലൊക്കെ അവർ സംസാരിക്കും. എന്നാൽ അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ അത്രയേ ഉള്ളൂ, അപ്രിസിയേഷൻ ഒന്നും അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർ തിരക്കിലൊന്നും അല്ല, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്, അവർ വിചാരിക്കുന്ന കാര്യം നടക്കുന്നുണ്ടെന്ന് മാത്രമേ അവിടെയുള്ളൂ. സോ അതിൻ്റെ ഒരു സന്തോഷം മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവർ നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതും നോക്കുക. ഇനി അഞ്ചാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സഡൻ അവൈലബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് ബിസിയാണ്, തിരക്കിലാണെന്ന് പറഞ്ഞിട്ടും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മേ ബി അവർ തിരക്കിലല്ലായിരിക്കാം. അതായത് തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് തിരക്കിലല്ല എന്നുള്ളതാണ്. എന്നാൽ അവരങ്ങനെ ഓൺലൈനിൽ വരുന്നുണ്ട്, ഇതിന് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മേ ബി അവർ കയറിയിട്ടുണ്ടാവുക ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വർക്കോ അങ്ങനെ എന്തെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ സാധ്യതയുണ്ട്, ശരിക്കും ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് അവരങ്ങനെ ഓൺലൈനിൽ കാണുന്നുണ്ട് പക്ഷെ റിപ്ലൈ തരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ജെന്യൂൻ ആയിട്ടും അവർ ഇങ്ങനെ ബിസി അല്ല, അവർ ബിസി ആണെന്നുള്ളത് കള്ളം പറയുകയാണ് എന്നുള്ളത്. സോ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു 5 ടെസ്റ്റുകളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് എന്ന് പറയുമ്പോൾ അവരെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകളാണ്. സോ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്താണ് അവരുടെ പ്രതികരണം എന്നുള്ളത് നോക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ശരിക്കും അവർക്ക് നിങ്ങളോട് എത്രത്തോളം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും അവർക്ക് ഇഷ്ടമല്ലേ, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് എല്ലാ ആളുകളും വിചാരിക്കുന്ന കാര്യമാണ് അവർ ശരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമല്ലേ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത്. അതൊക്കെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞുള്ള 5 ടെസ്റ്റുകൾ ധാരാളമാണ്. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്